ഹേ ഗായ്സ്, കുറച്ച് ദിവസങ്ങളായി എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ടിട്ട് അപ്പോൾ അത് കണ്ട ലോകം ഞെട്ടി വിറച്ചിരിക്കുകയാണ് ഗൈസ്. അറിയാലോ, കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, വീഡിയോസൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നോരോന്നായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രമുഖരായ ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ തലവൻ വരെ അതിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടോ, ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മനുഷ്യൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്, മോദിജീൻ്റെ. അപ്പം അതിൽ ട്രംപ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ ഈ ഒരു പാർട്ടികളൊക്കെ പങ്കെടുത്തിട്ട് ചെറിയ മക്കളെ കൊന്ന് തിന്ന് ചോര കുടിച്ച് അർമാദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മനുഷ്യനെ എന്താ പറയുക, എപ്സ്റ്റീനെ എന്താ പറയുക, അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു കാര്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ 15ഉം 16ഉം പ്രായമുള്ള മക്കളെ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗവും മറ്റും ക്രൂരമായി മർദ്ദിച്ചും അങ്ങനത്തെ കഠിന പീഡനം സഹിക്കുന്ന കുറേ മക്കൾ, അതുപോലെ മക്കളെ, ചെറിയ പിഞ്ചു മക്കളെ എന്താ പറയുക, ഡ്രേലൊക്കെ ഇട്ടിട്ടാണ് അവിടെ വളർത്തിക്കൊണ്ട് വന്നത്. അതിൽ നിന്ന് ദിവസേന നമ്മൾ പട്ടിണിയും പൂച്ചനൊക്കെ കൊന്നു തിന്നും പോലെ ചെറിയ ചെറിയ മക്കളെ ഇതുപോലെ കൊന്നു തിന്നുക, ചോര കുടിക്കുക, അങ്ങനത്തെ ഒക്കെ വല്ലാത്തൊരു നീചമായ പ്രവൃത്തി ചെയ്ത കുറേ ആൾക്കാർ അവരൊക്കെ ഇപ്പം നിയമത്തിൻ്റെ മുന്നിൽ ഓരോന്നോരോന്നായി ചുരുളഞ്ഞ് വരികയാണ്. ചെറിയ ചെറിയ മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കുറേ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പം എല്ലാം പുറത്ത് വരട്ടെ അല്ലേ. പക്ഷേ എന്താ പറയുക, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ് ഈ ഒരു എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി നടത്തിക്കൊണ്ടുവരുന്നത്. ഒരു അയർലൻഡിലായിരുന്നു, എന്താ പറയുക, 70 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ സ്വന്തമായി പല തരത്തിലുള്ള എല്ലാ ആഡംബരങ്ങളും ഒരുക്കി ആ മക്കളെ പൂട്ടിയിട്ടും അതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാവരെയും വളർത്തിക്കൊണ്ട് വരുന്നിട്ടുണ്ടായത്. അതിൽ എന്താ പറയുക, അങ്ങോട്ടേക്ക് എല്ലാവരും ആകർഷിക്കുന്ന തരത്തിൽ ഓരോ പ്രമുഖരും വരും. അതിനനുസരിച്ച് അവർ എന്താ പറയുക, ഓരോ മക്കളെയും അതുപോലെ ചെറിയ ചെറിയ പ്രായമെത്താത്ത മക്കളൊക്കെ കൊടുത്ത് അങ്ങനെ വല്ലാത്ത രീതിയിലുള്ളൊരു പീഡനമായി അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഓരോന്നും ചുരുളഴിഞ്ഞ് പുറത്ത് വരട്ടെ. ഇനിയും കുറേ ആൾക്കാരുടെ പേര് പുറത്ത് വിടാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതും കൂടി വന്നാൽ ഇനി ആരൊക്കെ അതിൽ ഉൾപ്പെടുന്നു നമുക്ക് കണ്ടറിയേണ്ടി വരും. വീഡിയോ ഇത്രയുള്ളൂ.